ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഇപ്പോൾ 2 ദിവസമായിട്ട് അധികം കുക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻപ് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹൗസിംഗ് ലോണിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ലോൺ എടുത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങി വീട് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ സാങ്ഷനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ലോൺ എമൗണ്ട് എന്താണ്, എങ്ങനെയൊക്കെയാണ്, അതൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് കേട്ടോ. ബാങ്ക് ലോൺ എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പലരും പറയുന്നു ലോൺ എടുക്കുന്നു, ലോൺ എടുത്തു വാങ്ങി എന്ന്, ലോൺ അടയ്ക്കുന്നു എന്ന് പറയുന്നു എന്നല്ലാതെ ഇന്നേ വരെ നമുക്കതിൻ്റെ ആവശ്യം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ഒരു കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ 10 വർഷത്തോളമൊക്കെ താമസിക്കുമ്പോൾ ഒരു 3 വാടക വീട് മാറിയിട്ടുണ്ട്. 3 ജില്ല മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 തവണ വീട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇപ്പം നമുക്ക് തോന്നുകയാണ് ഒരു സ്റ്റേബിൾ ആവേണ്ട സമയമായി എന്ന് കരുതിയിട്ട് ചെറിയൊരു വീട് കേട്ടോ, ചെറിയൊരു സ്ഥലം, ഒരു 6 സെൻറ്റ് സ്ഥലം, അതിനകത്ത് ചെറിയൊരു വീട് വെക്കണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതും വീട് ഇപ്പോൾ ചെയ്യുന്നില്ല, സ്ഥലത്തിൻ്റെ ആണ് ഇപ്പോൾ നമുക്ക് സാങ്ഷനായി കിട്ടിയിട്ടുള്ളത്. വീട് നമ്മൾ ഇതിൻ്റെ EMI ഒക്കെ അടച്ച് എങ്ങനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ വല്ലാണ്ട് ബാധിക്കുമോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ലോൺ സാങ്ഷനായി ഇന്നലെ ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യാനൊക്കെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇത്ര നാൾ ചെയ്ത സ്റ്റെപ്സാണ് കേട്ടോ പറയുന്നത്. ഈ ബുക്ക് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ വീടിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളും കാര്യങ്ങളും സ്റ്റെപ്സ് എന്തൊക്കെ ചെയ്തെന്നുള്ളതൊക്കെ ഞാൻ എഴുതി വയ്ക്കുന്നൊരു ബുക്കാണ്. വീട്ടു ചിലവ്, വീട്ടിലെ ഡെയിലി എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിൽ എന്താ പറയുക, നമുക്ക് അങ്ങനെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു നോട്ട്ബുക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അതിനകത്താണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സൈറ്റ് കാണാൻ പോയതിൻ്റെയും ഓരോ സ്റ്റെപ്സ് അവർ പറഞ്ഞത്, ഓരോ സ്റ്റെപ്സ് നമ്മളോട് ഡേറ്റ് ഇട്ട് എന്തൊക്കെ ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ എക്സ്പെൻസും ടോട്ടൽ നമ്മളിതിന് എത്ര ചിലവായി, ഇനി എത്രയുണ്ട്, ബാക്കി എങ്ങനെ കണ്ടെത്തണം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഇത് ആകെ 2.5 പേജേ ഉള്ളൂ കേട്ടോ. ഇത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാനല്ല. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പേപ്പറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകാതെയൊക്കെ എല്ലാ സ്റ്റെപ്സും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ആ പ്രോപ്പർട്ടി പോയി കണ്ട്, നമ്മൾ എവിടെയാണ് ലൊക്കേഷൻ വേണ്ടതെന്നുള്ളതൊക്കെ ഫിക്സ് ചെയ്ത് പ്രോപ്പർട്ടി പോയി കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ഓണറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ലോണിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അദ്ദേഹം ഈ പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണത്. അപ്പോൾ അതുവരെയുള്ള പേപ്പേഴ്സ് കംപ്ലീറ്റ് ക്ലിയർ ആണ് ആളുടെ കയ്യിൽ. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ധാരണയുണ്ട്. എൻ്റെ അതായത് ഒരു ബാഗ് ഫുള്ള് പേപ്പേഴ്സും കൊണ്ടാണ് വരുന്നത് നമ്മൾ കാണാൻ വരുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാ പേപ്പേഴ്സും കറക്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് കണ്ട് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ബാങ്കിൽ പോയിട്ട്, നമ്മുടെ ട്രാൻസാക്ഷൻസൊക്കെ നടക്കുന്ന ബാങ്ക് ഉണ്ടല്ലോ, അവിടെ പോയി അവിടുത്തെ മാനേജറെ കണ്ട് സംസാരിച്ച് നമ്മളിങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. നമ്മളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലും പേരൊക്കെ ചോദിച്ച്, ഫോൺ നമ്പറൊക്കെ ചോദിച്ച് നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം അദ്ദേഹം സംസാരിച്ചു. നിങ്ങൾ ആദ്യം തന്നെ പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടിയുടെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. 3 തരത്തിലാണ് ഹൗസിംഗ് ലോൺ വരുന്നത്. ഒന്നുകിൽ ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലാന്ന് വെച്ചാൽ ഒരു സ്ഥലം മേടിച്ചിട്ട് വീട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ലോണ്, അത് പ്രോപ്പർട്ടി പർച്ചേസ് എന്ന് പറയുന്നത്. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്ഥലവും വീടും ഉള്ളതിൽ നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ട് പൈസ മേടിക്കുക. ഇങ്ങനെ 3 രീതിയിലാണ് വരിക. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഭൂമിയുടെ കുറച്ച് പേപ്പേഴ്സ്, കുറച്ച് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് അദ്ദേഹം ചോദിച്ചു. ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് രേഖകൾ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അത് ചോദിച്ചത് ഇപ്പോൾ എന്താണ്, ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കാനുള്ള എല്ലാതരം രേഖകളും, അത് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്നത്, പിന്നെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, അത് പിന്നെ മുന്നാധാരങ്ങൾ, കഴിഞ്ഞ 30 വർഷത്തെ ഡീറ്റെയിൽസ് മുഴുവൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ സെയിൽ ഡീഡും കൊണ്ടുവന്ന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് വെക്കാൻ പറഞ്ഞ് ആപ്ലിക്കേഷൻ ഫോം തന്നു. ആവശ്യം വേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റും എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് നമ്മൾക്ക് പ്രോപ്പർട്ടി ഓണറാണ് ആ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി തരേണ്ടത്. അദ്ദേഹത്തിന് നമ്മൾ ഒരു ചെറിയൊരു അഡ്വാൻസ് കൊടുത്ത് ഇത് ഉറപ്പിച്ചു. കരാർ ഉറപ്പിച്ചതിന് ശേഷമാണ്, അതല്ലാതെ അവർ ചെയ്തു തരില്ലല്ലോ. ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമ്മളത് ഉറപ്പിച്ചതിന് ശേഷം ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഫുള്ള് ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോയി അദ്ദേഹം ആവശ്യമുള്ള കുറേ പേപ്പേഴ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പോരാത്തതിനുള്ള ആപ്ലിക്കേഷൻസ് അപ്പം തന്നെ കൊടുത്തു. അപ്പോൾ ആ സമയങ്ങളിൽ വില്ലേജ് ഓഫീസിലൊക്കെ അവർക്ക് കുറച്ച് എന്താ പറയുക, ഓഫീസർമാർ അവധിയിലായതിൻ്റെ പേരിലൊക്കെ കുറച്ച് ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. എങ്കിലും വേറെ ഒന്നും ഡിലേ വന്നില്ല. നമ്മൾ എന്താ പറയുക, ഒരു ഡിസംബർ ലാസ്റ്റാണ് പ്രോപ്പർട്ടിയുടെ ഒരു ആഡൊക്കെ കണ്ടത്. ജനുവരി പകുതിയായപ്പോഴേക്കും നമ്മൾ പോയിട്ട് പ്രോപ്പർട്ടി പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജനുവരി ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മൾ ആ പ്രോപ്പർട്ടി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരിയിലാണ് നമ്മൾ പോയിട്ട് ബാങ്ക് മാനേജറെ കണ്ടത്, ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് കേട്ടോ. അങ്ങനെ നമുക്ക് പിന്നെ ഈ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പോയത് ഫെബ്രുവരി 17-ാം തീയതിയാണ്. അതിന് മുന്നേ തന്നെ എല്ലാ പേപ്പേഴ്സും, ഇപ്പോൾ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു, ലൊക്കേഷൻ സ്കെച്ച് വേണമായിരുന്നു, പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു, അതുപോലെ നികുതി അടച്ചതിൻ്റെ പേപ്പർ വേണമായിരുന്നു, പിന്നെ ആധാരത്തിൻ്റെ ഒറിജിനൽ വേണമായിരുന്നു. ആധാരം വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് അതിൻ്റെ മുന്നാധാരങ്ങൾ അതുപോലെയുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഉടമസ്ഥനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മുൻപത്തെ സെല്ലർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മുന്നാധാരങ്ങൾ മുഴുവൻ വേണമായിരുന്നു. പിന്നെ RR സർട്ടിഫിക്കറ്റ് എന്ന് പറയും. പിന്നെ നോൺ ലയബിലിറ്റികളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ ഈ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്ത് ലോണൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ലോണുകളൊക്കെ തീർത്തതിന് ശേഷം, ലോൺ തീർത്താൽ മാത്രം പോരാ, നമ്മൾ ഇനി യാതൊരു ബാധ്യതകളും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓരോ തവണയും സർട്ടിഫിക്കറ്റ്സ് വാങ്ങി വെക്കണം. അതത് ലോണുകളും കാര്യങ്ങളും ബാധ്യതകളും തീരുമ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ്. അതുപോലെ തന്നെ RR വില്ലേജിൽ നിന്ന് ഓരോ കാലഘട്ടത്തിൽ ഈ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ ബാധ്യതകൾ ആർക്കൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ മറ്റ് അവകാശികളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനൊക്കെയാണ്, മറ്റ് ബാധ്യതകളില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ളതൊക്കെയാണ് കേട്ടോ. ഈ പേപ്പേഴ്സൊക്കെ റെഡിയായി. അങ്ങനെ നമ്മൾ ഫെബ്രുവരി 17-ാം തീയതി ആപ്ലിക്കേഷൻ വെച്ചു. ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾക്ക് അധികം സമയമില്ല, പെട്ടെന്നൊന്ന് നീക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇന്ന് തന്നെ നമ്മൾ ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ 2 ദിവസം കഴിഞ്ഞ സമയത്ത് നമ്മളെ അഡ്വക്കേറ്റിന് അവർ ആദ്യം തന്നെ ലീഗലിന് വിടുകയാണ് ചെയ്യുക. അവരുടെ ഒരു വക്കീലുണ്ടാവും, വക്കീലാണ് അത് ചെക്ക് ചെയ്യുക കേട്ടോ. വക്കീൽ ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് കുറച്ചും കൂടെ പേപ്പേഴ്സ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതായത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ആധാരത്തിൽ എഴുതിയിട്ടുള്ളതിൽ ഇങ്ങനെ അതിൻ്റെ മുൻപുള്ള പേപ്പറുകൾ മുന്നാധാരങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് മനസ്സിലായി. അത് നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. ഹൗസ് ഓണർക്ക്, അതായത് സെല്ലറുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒറിജിനൽ ആധാരത്തിൻ്റെ കോപ്പി മാത്രമേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോരാ, അതിൻ്റെ മുന്നാധാരങ്ങൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തു. അതുപോലെ തന്നെ തണ്ടപ്പേര് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, അത് കൊടുത്തു. അതുപോലെ ലേറ്റസ്റ്റായിട്ട് നികുതി അടച്ചത് പേപ്പർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേപ്പറും കൂടെ പുതുതായിട്ട് പൊസഷൻ സർട്ടിഫിക്കറ്റിൽ, പിന്നെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ സ്കെച്ച് ഉണ്ടായിരുന്നു, അതിനകത്ത് സർട്ടിഫിക്കറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ചില സ്കെച്ചിൽ സർട്ടിഫിക്കറ്റ് എഴുതി വയ്ക്കും, ഇതിനകത്ത് അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേറെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1.5 ആഴ്ചയും കൂടെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആപ്ലിക്കേഷൻ കൊടുത്ത് അത് കിട്ടി. ഈ പറഞ്ഞ മുൻപുള്ള ഒറിജിനൽ ആധാരങ്ങളൊക്കെ ആയിട്ട് അവർ ഒറിജിനൽ ആധാരം നമ്മുടേക്ക് തരില്ലല്ലോ സെല്ലർ ഒരിക്കലും. അപ്പോൾ സെല്ലറേയും കൂട്ടി കൊണ്ടുപോയി അഡ്വക്കേറ്റിനെ പോയി കണ്ടു. അങ്ങനെ അവരത് ഒരു 1/4 മണിക്കൂർ നേരത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഇതൊക്കെ ഒരുപാട് വായിച്ചും കണ്ടും ശീലമുള്ളവരാണല്ലോ. അങ്ങനെ അതൊക്കെ ക്ലിയറായി. അങ്ങനെ ഒരു 2 ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ റിപ്പോർട്ട് വന്നു. പിന്നെ നമ്മളെ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോ പേപ്പർ കുറവെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഡീഡ് എഴുതിയതിന് ശേഷമാണ്, സെയിലിൻ്റെ ഡീഡ് 6 മാസത്തിനകം നമ്മൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് നമ്മൾ കൊടുത്തു. അതിനുശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 6 മാസം ഗ്യാപ്പിനകത്ത് ഇതിൻ്റെ എഗ്രിമെൻറ്റ് നടന്നില്ലെങ്കിൽ നമ്മൾ കൊടുത്ത അഡ്വാൻസ് പോകുമെന്നാണ്. നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഡീഡ് നടന്നില്ലെങ്കിൽ കേട്ടോ. ഇനി അതല്ല, സെല്ലറുടെ ഭാഗത്ത് എന്തെങ്കിലും വിഷയം കൊണ്ടാണ് ഈ ഡീഡ് നടക്കാതാവുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹമാണ് നമുക്ക് നഷ്ടപരിഹാരം തരേണ്ട. അങ്ങനെയാണ് എഗ്രിമെൻറ്റ് വരിക.
അപ്പോൾ നമ്മൾ ഈ 6 months അല്ലേ ഗ്യാപ്പുള്ളൂ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ ഒരിടത്തും സമയം പോകരുന്നോർത്ത് ഓരോ കാര്യങ്ങൾ റെഡി ആയിരുന്നവർ മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്സിന് പോവുകയാണെന്ന് ആലോചിച്ചിരുന്നിട്ടില്ല ഒരിക്കലും. അപ്പോൾ നമ്മളുടെ അടുത്ത് വാല്യൂവർ ഇപ്പോൾ വിഷു കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് വാല്യുവേഷന് വേണ്ടിയിട്ട് മാഡം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് സൈറ്റിലോട്ട് എന്ന് പറഞ്ഞ് അവർ നേരെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത് നമ്മളവിടെ വെയിറ്റ് ചെയ്തു, സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ ഡീറ്റെയിൽസൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവരുടെ കയ്യിൽ എല്ലാ ഫയലും ഉണ്ട് എങ്കിലും പിന്നെ നമ്മളുടെ അടുത്തൊന്നും കൂടെ ചോദിച്ച് വെരിഫൈ ചെയ്ത് അവരും പോയി. അങ്ങനെ ഇതിൻ്റെയൊക്കെ നമുക്ക് മെയിൽ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ മെയിൽ അല്ലെങ്കിൽ മെസ്സേജ് നമ്മുടെ ഫോണിൽ വന്നുകൊണ്ടിരിക്കും ഓരോ സ്റ്റെപ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഫെബ്രുവരിയിൽ ആപ്ലിക്കേഷൻ ജനുവരിയിലാണ് ഞാൻ ഇതിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ സാലറിയുടെ ഡീറ്റെയിൽസൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ജനുവരി വരെയുള്ള സാലറി ഡീറ്റെയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു അതിന് ശേഷമുള്ള ഇപ്പോൾ ലാസ്റ്റ് മന്ത് വരെയുള്ള സാലറി വിഡ്രോൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആ ഡീറ്റെയിൽസും കൂടെ കൊടുത്തു. നമ്മളുടെ ശമ്പളത്തിൽ നിന്നും മറ്റു വരുമാനത്തിൽ നിന്നൊക്കെയാണല്ലോ ഈ ലോൺ തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോൾ ഇപ്പം നിലവിൽ അങ്ങനെ വരുമാനം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവർക്ക് അറിയണമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെയാണ് നമ്മളുടെ അടുത്ത്. അപ്പോൾ വാല്യുവേഷനും കഴിഞ്ഞ് അവർ പോയതിന് ശേഷം നമുക്ക് പിന്നെ മെയിൽ വന്നു, വാല്യുവേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് മെയിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ 8 മണി 8:30 ആയപ്പോഴേക്കും കോൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഒപ്പിടാനൊക്കെ ഉണ്ട്, അതിനു വേണ്ടി വരാൻ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ തീരെ പ്രതീക്ഷിക്കാം, തലേദിവസം പോലും നമുക്ക് ഒരു ധാരണയില്ലായിരുന്നു പിറ്റേ ദിവസം വിളിക്കുമെന്നുള്ളത്. അപ്പോൾ ഞാൻ മെയിലെടുത്ത് നോക്കിയപ്പോൾ രാത്രി എപ്പോഴോ ഡോക്യുമെൻറ്റേഷൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക, ചെറിയ വാവയുള്ളതുകൊണ്ട് അവളെയും കൊണ്ട് അത്രയും ദൂരമൊക്കെ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സൈറ്റഡ് ആയി. പക്ഷേ നമ്മളുടെ ഭാഗത്തു നിന്നൊരു ഡിലേ വരണ്ടെന്ന് ഓർത്ത് അത് ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി അവിടെ ചെന്ന് അവരൊക്കെ എല്ലാം കൃത്യമായിട്ട് പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ വായിച്ച് നോക്കി. ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ബഡ്ജറ്റും കൂടെ പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് കുറച്ചൊരു 0.25% കൂടെ എന്താ പറയുക ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ലോണിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് 8.5% കിട്ടും, 8.4% വരെ കുറഞ്ഞ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 8.15% കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടെ വളരെ കുറഞ്ഞിട്ടുള്ളൊരു റേറ്റാണ്. അപ്പോൾ അത് എന്താ പറയുക, ദൈവാനുഗ്രഹം എന്ന് പറയുക, ഫ്ലോട്ടിംഗ് റേറ്റിലാണ് എടുത്തിട്ടുള്ളത്. ഇനി എപ്പോഴേലും കൂടി കഴിഞ്ഞാൽ അതിലോട്ട് അതങ്ങനെ കൂടുതൽ നമ്മുടെ EMI എടുക്കുമായിരിക്കും. അപ്പോൾ നമ്മളുടെ EMI എമൗണ്ടും ഒന്ന് നമുക്ക് പറഞ്ഞ EMI എമൗണ്ടിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് പറ്റുമെങ്കിൽ അടയ്ക്കുവാണെങ്കിൽ നേരത്തെ അടച്ചു തീർക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ്റെ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ്റെയും എല്ലാ ചാർജുമായിട്ട് ഏകദേശം ഒരു 12,000 രൂപയുടെ അടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ പിടിക്കും കേട്ടോ. അപ്പോൾ അത് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അത് നമ്മൾ അക്കൗണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത അന്ന് രാത്രി ആവുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത്രയും രൂപ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മെയിലും ഡീറ്റെയിൽസ് എത്ര രൂപ വീതം എന്നുള്ളതൊക്കെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡോക്യുമെൻറ്റേഷനിൽ സൈൻ ചെയ്ത് കൊടുത്ത് അതേ എമൗണ്ട്സ് തന്നെയാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയൊക്കെ നോക്കുമ്പോഴേക്കും നമ്മളുടെ ലോൺ അക്കൗണ്ട് തുറന്ന് അതിനകത്തേക്ക് പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അപ്പോൾ അവർ നമ്മളുടെ കയ്യിൽ നേരിട്ട് പൈസ ഇത് തരുമല്ല ചെയ്യുക. നമ്മുടെ സെല്ലറുണ്ടല്ലോ, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ സ്ഥലം മേടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേർക്ക് ഒരു DD ആണ് കിട്ടുക. ആ DD നമ്മുടെ കയ്യിലല്ല കിട്ടുക, അഡ്വക്കേറ്റിൻ്റെ കയ്യിലാണ് കിട്ടുക. അഡ്വക്കേറ്റ് മുഖേനയാണ് നമ്മൾ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് സെല്ലറിനാണ് അത് കൊടുക്കുക. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് അഡ്വക്കേറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അഡ്വക്കേറ്റിനെ അറിയിച്ചു ഇങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞു, പേപ്പേഴ്സ് പെട്ടെന്ന് റെഡിയാക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവർ വിളിച്ചിട്ടിപ്പോൾ മൺഡേ നിങ്ങൾ റെഡിയാണോ, ഡോക്യുമെൻ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരാൻ റെഡിയാണോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മളടുത്ത് നിൽക്കുകയാണ്. നമ്മളുടെ ഒരു വലിയൊരു സ്വപ്നമാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ചെന്നത് ഒപ്പിടുക, കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി കൃത്യമായിട്ട് ഒപ്പിടുക എന്നുള്ളതാണ്. അപ്പോൾ ആധാരമൊന്നും നമ്മുടെ പേരിൽ കിട്ടില്ല, നമ്മുടെ കയ്യിലോട്ട് ഇപ്പോൾ കിട്ടില്ല എങ്കിലും കൂടെ ചെറിയ എമൗണ്ട് വെച്ച് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ EMI അടച്ചടച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തിനുള്ള ആ ഒരു സ്ഥലം സ്വന്തമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതോർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഫോളോ ചെയ്ത സ്റ്റെപ്സ് ഇതാണ്. അപ്പോൾ ഒട്ടും സമയം നമ്മളായിട്ട് ഒരിക്കലും സമയം കളഞ്ഞിട്ടില്ല. നമ്മളുടെ അടുത്ത് പേപ്പേഴ്സ് എന്ത് കാര്യം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാലും വെരി നെക്സ്റ്റ് മൊമെൻറ്റ് നമ്മൾ അടുത്ത സ്റ്റെപ്സ് എടുക്കുകയും അത് ഫോർവേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ 22-ാം തീയതിയാണ് നമ്മൾ ഡോക്യുമെൻ്റ് സൈൻ ചെയ്തത്. ഫെബ്രുവരി 17-ാം തീയതിയാണ് ലോണിനുള്ള ആപ്ലിക്കേഷൻ വെച്ചത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 മാസവും 5 ദിവസവും. അപ്പോൾ അതിന് മുൻപ് നമ്മൾ പേപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു 1 മാസത്തോളം നമ്മൾ നടന്നിട്ടുണ്ട്. അതായത് പല സ്ഥലം അളക്കണം, ഇതിനിടയിൽ സ്ഥലം അളക്കണമായിരുന്നു. വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് സ്ഥലം അളക്കാനൊക്കെ, സ്ഥലം അളന്നിട്ടൊക്കെ അതിൻ്റെ പേപ്പേഴ്സ് റെഡിയാക്കണമായിരുന്നു, ലൊക്കേഷൻ സ്കെച്ചൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് സമയം അവരെടുത്തിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. അതെന്തായാലും ഉണ്ടാവുമല്ലോ, നമ്മൾ ചോദിച്ചോറിനെ കിട്ടില്ല. അവർ സൈറ്റിൽ വന്ന് ചെക്ക് ചെയ്ത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരേണ്ട പേപ്പേഴ്സും കാര്യങ്ങളാണ്. അതിന് 1 ആഴ്ച 2 ആഴ്ച സമയം എടുക്കും. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ തീരെ സമയം പരമാവധി കളയാതെ നമ്മൾ നോക്കിയപ്പോൾ ഇത്രയും സമയം 2 മാസവും 5 ദിവസവും, മറ്റേ എക്സ്ട്രാ കൂടെ ഒരു 3 മാസത്തോളം എടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ സാങ്ഷനായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ വലിയൊരു സ്വപ്നത്തിൻ്റെ ആദ്യത്തെ കാൽവെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ വൈകിട്ടൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ, കുക്കിംഗ്, ക്ലീനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ സൈഡായിരിക്കുകയാണ് കേട്ടോ. എന്നാലും ഞാനിതൊന്ന് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ, ലോണിന് വേണ്ടി ശ്രമിക്കുന്നവർ, ചിന്തിക്കുന്നവർ, എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ള അറിയാതിരിക്കുന്നവർ, അല്ലെങ്കിൽ പേപ്പേഴ്സ് ക്ലിയർ ആവാതെയൊക്കെ നടക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലർ പറയില്ലേ, അവർ വെറുതെ ബാങ്കുകാർ നമ്മളെ ഓടിക്കുകയുള്ളൂ, വെറുതെ നടത്തിക്കും എന്നൊക്കെ പറയില്ല. അവർ പറയുന്ന പേപ്പർ നമ്മൾ കൊടുക്കണം, അല്ലാണ്ട് അത് കാര്യം നടക്കില്ല. അത് നമ്മൾ ഇതുകൊണ്ടൊക്കെ മതിയെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല. അവർ ഇത്രയും രൂപ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ അവരുടെ പൈസയ്ക്ക്, ഓരോ പൈസയ്ക്കും വിലയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വാല്യൂ ഉള്ളതാണ്, സത്യസന്ധമാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ അവർ പറയുന്ന എന്തൊക്കെ രേഖകളാണോ അതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് പ്രതീക്ഷിച്ചിട്ടാണ്. ഞാൻ ഏകദേശം മെയ് മാസം ഫസ്റ്റോട് കൂടി രജിസ്ട്രേഷൻ നടക്കണം എന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനൊരു ബുക്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യും, ഇത് ഏകദേശം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ന സമയത്തിന് ഇന്ന സ്റ്റെപ്പ് നടക്കും, ഇന്ന സമയത്ത് നമുക്ക് പ്ലോട്ട്സ് കയ്യിൽ കിട്ടും എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതുപോലെ തന്നെ എല്ലാം കറക്റ്റ് പ്ലേസിൽ ഫോളോ ആവുന്നുണ്ട്. അപ്പോൾ അത്രയാണ് വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം, അറിയാത്തതാണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അന്വേഷിച്ചിട്ടാണെങ്കിലും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.